ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എവിടെ നോക്കിയാലും ഒരു ബിഗ് ബോസ് നയമാണ് അല്ലെ. ബിഗ് ബോസിനകത്ത് പലതരം റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. സാഹോദര്യ ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു സൗഹൃദ ബന്ധമാണ് റസ്മിനും ജാസ്മിനും തമ്മിലുള്ളത്. ജാസ്മിൻ കുറെ സൈബർ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും പുറത്തിറങ്ങിയിട്ടും റസ്മിൻ ജാസ്മിന്റെ കൂടെ തന്നെയുണ്ട്. റസ്മിന്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ റസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ റസ്മിന്റെയും സൗഹൃദത്തെ കുറിച്ചുള്ള ചോദിച്ച ചോദ്യങ്ങൾക്ക് റസ്മിൻ ഭായി കൊടുത്ത മറുപടികളൊന്നും നമുക്ക് കണ്ടിട്ട് റീസൺ കുറേ ഉണ്ട്. ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും എന്താ പറയുക, കോർണർ ചെയ്യപ്പെട്ട, ടാർഗറ്റ് ചെയ്യപ്പെട്ട, സിക്സിൽ മാത്രമല്ല എല്ലാ സീസണിലെടുത്ത് നോക്കിയാൽ ഇത്രയും ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി വേറെ ഇല്ല. ഇത് നല്ല ജെന്യുനായിട്ടുള്ളൊരു വ്യക്തിയാണ്, റിയലാണ്. അതെ, ജാസ്മിനെ ഇഷ്ടപ്പെടാൻ പലർക്കും പല കാരണങ്ങളാണ്, വെറുക്കാനും പലർക്കും പല കാരണങ്ങളാണ്. പക്ഷെ റസ്മിൻ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും കോർണർ ചെയ്യപ്പെട്ട, ഇത്രയും ടാർഗറ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഇത്രയും സൈബർ ബുള്ളിങ് അറ്റാക്കുകൾ നേരിടുന്ന ഒരു പെൺകുട്ടി വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, സ്വന്തം ജീവിതം വെച്ച് പോലും ഇങ്ങനെ ഗെയിം കളിച്ച, അല്ലെങ്കിൽ ജീവിതം മറന്ന് ബിഗ് ബോസ് ആണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് ഗെയിം കളിച്ച വേറൊരു 23 വയസ്സുകാരി ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. ഗൈസ്, ജാസ്മിൻ ജാഫർ അടിപൊളിയല്ലേ? പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴല്ലേ ജാസ്മിൻ ജാഫർ ഇത്ര സൂപ്പറാണെന്ന് മനസ്സിലായത്. ഒബ്വിയസ്ലി ഒരു ഫ്രണ്ടിനോട് മറ്റൊരു ഫ്രണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ ഏതായാലും ഈവൻ നമ്മളായാൽ പോലും എന്താ പറയുന്നത്, സൂപ്പറാണ്, പൊളിയാണ്, റിയൽ ആണ്. അത് തന്നെയാണ് റസ്മിനും പറഞ്ഞത്. ജാസ്മിൻ എന്ന വ്യക്തി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും റസ്മിൻ പറയാ നല്ല കുട്ടിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇത്രയും സൂപ്പറാന്ന് മനസ്സിലായെന്നാണ് റസ്മിൻ പറയുന്നത്. ഗൈസ്, എനിക്ക് ജിൻഡോ ബ്രോനോട് എല്ലാ ദിവസം നമ്മുടെ അതിൻ്റെ അകത്ത് BB16 അകത്ത് ഉണ്ടായിരുന്ന ജിൻഡോ ബ്രോൻ്റെ ഗെയിം കളിക്കുന്ന രീതികളോടായിരുന്നു പ്രശ്നം, ജിൻഡോ ബ്രോ ചെയ്യുന്ന കാര്യങ്ങളോടായിരുന്നു പ്രശ്നം. അല്ലാണ്ട് ആ മനുഷ്യനോട് എൻ്റെ പ്രതീക്ഷ, എനിക്ക് ആ ജിൻഡോ ബ്രോനെ പുറത്തുനിന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇനി കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും കാണും, ഞങ്ങൾ സംസാരിക്കും, ഫ്രണ്ട്സായിട്ടിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ജിൻഡോയോട് BB6ന്റെ വിന്നറാണ് ജിൻഡോ. ശരിയാണ്, ജിൻഡോയോട് റസ്മിന് മാത്രമല്ല ആശയപരമായി അവിടെ വിയോജിക്കുന്ന കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഈവൻ ജിൻഡോ വിന്നർ ആയിട്ട് പോലും ഒരു സ്റ്റോറി ഇട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കലി വന്ന് ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന രീതികൾക്ക് പോലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു വിന്നറെ കൺസിഡർ ചെയ്യുന്ന രീതിയിലല്ല പല കണ്ടസ്റ്റൻസും ജിൻഡോയോട് പെരുമാറിയത്. അത് ജിൻഡോയോടുള്ള ആശയപരമായ എതിർപ്പ് കൊണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം കളിച്ച ഗെയിമിനോടുള്ള രീതികൾ കൊണ്ടാകാം, പല രീതി കൊണ്ടാകാം. ഇവിടെ റസ്മി പറയുന്നതും അത് തന്നെയാണ്. ജിൻഡോ ബ്രോയോടല്ല എനിക്ക് എതിർപ്പുകളുള്ളത്, ജിൻഡോ ബ്രോ ഗെയിം കളിച്ച, അല്ലെങ്കിൽ ആ വീടിനകത്ത് ഗെയിം കളിച്ച രീതികളോടാണ് റസ്മിനും എതിർപ്പ്. അല്ലാതെ വ്യക്തിപരമായി അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ഒരു മത്സരാർത്ഥിക്കും കഴിയില്ല, വ്യക്തിപരമായി കഴിയില്ല. അതെല്ലാം ആ 100 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അസ്വസ്ഥതകളാണ്. അത് ആ 100 ദിവസം കഴിയുമ്പോൾ മാറുകയും ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന റസ്മിനായാലും അല്ലെങ്കിൽ ജിൻഡോയോട് ആശയപരമായി എതിർത്ത് നിൽക്കുന്ന എല്ലാവരും ജിൻഡോയോട് ചേരും, ജിൻഡോ തിരിച്ചും ചേരും. അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ജാസ്മിൻ സൗഹൃദത്തെ കുറിച്ച് റസ്മിന് പറയാനുള്ളത്. അല്ലെങ്കിൽ ജിൻഡോയോട് എന്തുകൊണ്ടാണ് റസ്മിന് എതിർപ്പ് എന്ന് പറയുന്നതിനുള്ള ഉത്തരങ്ങളൊക്കെ ഇതാണ്. ഇനി അവരുടെ സൗഹൃദപരമായ ഒരു വീഡിയോയും കൂടെ കണ്ട് നമുക്ക് ഈ ജാസ്മിൻ ആയാലും റസ്മിൻ ആയാലും അവരുടെ സൗഹൃദ ബന്ധമായാലും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരായാലും ഹാപ്പിയാണ്. അവർ ഹാപ്പി ആയിരിക്കുന്നിടത്തോളം കാലം മറ്റൊരാള് അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റി അതിനിടയിൽ കയറി അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ പതിയെ പതിയെ ജാസ്മിനും ആക്റ്റീവായി വരട്ടെ. വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് ജാസ്മിൻ. സോ അതുകൊണ്ട് ആക്റ്റീവായി വരട്ടെ. സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും എല്ലാം ഓവർകം ചെയ്യാനും അത് ചെയ്യുന്നവരെ നേരിടാനുള്ള ശക്തി അല്ലെ എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക് യു, നന്ദി.